കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച 2024 ജൂലൈ 30 രാത്രിയിലെ ചൂരൽമല ലാൻഡ്സ്ലൈഡ്. ഏകദേശം 300ഓളം ജീവനുകളും 1000ഓളം വീടുകളും കവർന്ന ആ ദുരന്തത്തിന് 2 വർഷങ്ങൾക്കിപ്പുറം വളരെ സന്തോഷത്തോടുകൂടി അതിന്റെ റീഹാബിലിറ്റേഷൻ പ്രൊജക്ട് കാണാൻ വയനാട്ടിലെ കൽപ്പറ്റയ്ക്കടുത്തുള്ള എൽസ്റ്റോൺ എസ്റ്റേറ്റിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. മോസ്റ്റ് മോഡേൺ ഡ്രെയിനേജ്, വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, സോളാർ പവർ, ഹെൽത്ത് കെയർ സെന്റർ, കമ്മ്യൂണിറ്റി സെന്റർ തുടങ്ങി നിരവധി ആധുനിക കമ്മ്യൂണിറ്റി അമ്യൂണിറ്റീസോട് കൂടി 1000 സ്ക്വയർ ഫീറ്റിന്റെ 410ഓളം വീടുകളാണ് പ്രൊജക്ടിന്റെ കീഴിലുള്ളത്. ഫസ്റ്റ് ഫേസിന്റെ ഉദ്ഘാടനത്തിന് പിന്നാലെ ഇതിൽ പണി തീർന്ന 178 വീടുകളും ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. നറുക്കെടുപ്പിലൂടെയാണ് എല്ലാ വീടുകളും അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. വിശാലമായ ലിവിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ, കിച്ചൺ, വർക്ക് ഏരിയ, 2 ബെഡ്റൂംസ്, ബാത്റൂംസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ടുമുള്ള വെൽ ലിറ്റ് ആയിട്ടുള്ള വീടുകളാണ് എല്ലാം. ഈ വീടുകളിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ട് ഇതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫസ്റ്റ് ഫേസ് ഉദ്ഘാടനം ചെയ്തതിന് തൊട്ടു പിന്നാലെ ശ്രീ മമ്മൂട്ടി വന്ന ദിവസം തന്നെയാണ് നമ്മളും അവിടെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ മടിയില്ലായ്മ കാരണം നിങ്ങളിത് 1 മാസങ്ങൾക്ക് ഇപ്പുറമാണ് കാണുന്നതെന്ന് മാത്രം. ഇത്രയും വേഗത്തിൽ ഇത്രയും വലിയൊരു പോസിറ്റീവ് റീഹാബിലിറ്റേഷൻ ബിൽഡ് ചെയ്യുന്നതിന് പിന്നിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഹാറ്റ്സ് ഓഫ്. അന്നത്തെ ആ ദുരന്തം നമ്മളെ അത്രത്തോളം വിഷമിപ്പിച്ചതുകൊണ്ടായിരിക്കണം ഇന്നിവിടെ നിൽക്കുമ്പോൾ ഇത് കാണാൻ വന്ന എല്ലാവരുടെയും മുഖത്ത് അത്രയും സന്തോഷവും ആകാംക്ഷയും ഒക്കെ കാണാൻ കഴിയുന്നത്. അത്രയും സന്തോഷത്തോടു കൂടിയാണ് ഞാനും അവിടെ നിന്ന് ഇറങ്ങിയത്. ടൗൺഷിപ്പിന്റെ ഫുൾ വർക്കും കംപ്ലീറ്റ് ആയി. എല്ലാവർക്കും പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ എത്രയും പെട്ടെന്ന് കഴിയട്ടെ.